മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 കാര്യങ്ങൾ തെറ്റിപ്പോയതാണ്. പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിൽ ലഭിച്ചോ അവൻ ഏറ്റവും വലിയ സമ്പന്നനുമാണ്, വലിയ സൗഭാഗ്യമാണ് അവന് ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിരിക്കുന്നത്. ഏതാണ് ആ 4 കാര്യമെന്നറിയുമോ? കേട്ടോളിൻ. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അർബഅതും മിനസ് സഅദ, 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിൽ പെട്ടതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? അൽ മർഹതു സാലിഹ, ഒരു സാലിഹായ ഒരു ഇണയെ ലഭിക്കലാണ്, ഒരു സാലിഹായ ഒരു പെണ്ണിനെ ഒരു ആണിന് ലഭിക്കലാണ്. ഒരു ആണിന് ഒരു സാലിഹായ പെണ്ണിനെ ലഭിക്കുന്നത് പോലെ തന്നെ ഒരു പെണ്ണിന് സാലിഹായ ഒരു ഭർത്താവിനെ ലഭിക്കലേ അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യമാണ്, അനുഗ്രഹമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, വൽ മസ്ഖനുൽ വാസിഉ, വിശാലതയുള്ള ഒരു വീടുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്, അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? വൽ ജാറു സാലിഹാ, നല്ല അയൽവാസിയെ ലഭിക്കലാണ്, അതും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, അത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്താണ്, അനുഗ്രഹമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? വൽ മർകബുൽ ഹനീഇൻ, അതായത് ശാന്തമായ ഒരു വാഹനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയോ, ഒരു വാഹനം അല്ലാഹു നിനക്ക് നൽകിയോ, ഇതുമുണ്ടല്ലോ ഈ ദുനിയാവിൽ നിനക്ക് ലഭിച്ചെങ്കിൽ നീ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ്, സമ്പന്നനാണ്, അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മഹാനായ